والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الطهارة. فصل الترغيب في تخليل الأصابع والترهيب من تركه وترك الإسباغ إذا خل بشيء من القدر الواجب. الترغيب في تخليل الأصابع വിരലുകൾക്കിടയിൽ തഖ്ലീൽ ചെയ്യുക, അഥവാ വിരലുകൾക്കിടയിൽ വുളുവിന്റെ സമയത്ത് വെള്ളം തട്ടിക്കുന്ന വിരലുകൾ കൊണ്ട് ആ ഭാഗങ്ങൾ വെള്ളം തട്ടിക്കുക എന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതുപോലെ അത് ഒഴിവാക്കുന്നതിന്റെ ഗൗരവവും അതുപോലെ ഇസ്ബത്തർക്കിൽ ഇസ്ബാഗ് ഇദാ അഖല്ല ബിശൈഇൻ മിനൽ ഖദ്രിൽ വാജിബ് നിർബന്ധമായിട്ടും പിന്നെ കഴുകേണ്ട അവയവങ്ങളിൽ അതിൽ പൂർണ്ണത വരുത്താതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് തഖ്ലീലുൽ അസാബി. ഇവിടെ വുളൂഇന്റെ ഇസ്ബാഗ് എന്നുള്ളതിൽ ഉലമാക്കൾ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരു വുളൂ ഇസ്ബാഗ് അഥവാ അതിന്റെ പരിപൂർണതയിൽ എത്തുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അദ്ദൽക്ക്, എല്ലാ ഭാഗത്തും വുളുവിന്റെ അവയവങ്ങളുടെ ഭാഗത്തെല്ലാം കൈകൊണ്ട് തടവിക്കൊണ്ട്, വെള്ളം നനച്ചാൽ മാത്രം പോരാ, കൈകൊണ്ട് തന്നെ തടവുക എന്നുള്ളത് പരിപൂർണതയ്ക്ക്. വെള്ളം നനച്ചാൽ വുളു ശരിയാകും. രണ്ടാമത്തേത് തഖ്ലീലുൽ ലിഹ്യ, താടി അത് ചിക്ക കറ്റി കഴുകുക എന്നുള്ളത്. അത് ഉള്ളിൽ തൊലി കാണുന്ന താടിയാണെങ്കിൽ, കട്ടി കുറഞ്ഞ താടിയാണെങ്കിൽ എന്തായാലും ആ തൊലി ഉൾപ്പെടെ കഴുകണം. അതല്ല കട്ടി കൂടിയതാണെങ്കിൽ പുറത്ത് കഴുകിയാലും വുളു ശരിയാകും. എന്നാൽ ഇടയ്ക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്ലീൽ ചെയ്യാറുണ്ടായിരുന്നു, ഉള്ളിൽ ചിക്ക കറ്റി കഴുകാറുണ്ടായിരുന്നു. മൂന്നാമത്തേത് തഖ്ലീൽ അസാബി, വിരലുകൾക്കിടയിൽ വെള്ളം നനയ്ക്കൽ നിർബന്ധമാണ്. എന്നാൽ മറ്റു വിരലുകൾ കൊണ്ട്, കാലിലും കൈലുകൾ കൊണ്ടും ഈ ഇടയിൽ തട്ടിച്ച് വെള്ളം നനപ്പിക്കുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇസ്ബാഗുൽ വുദൂഇന്റെ പരിപൂർണത എന്ന് ഉലമാക്കൾ പറഞ്ഞത് കാണാം. അപ്പോൾ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തഖ്ലീൽ അസാബി 2 രീതിയിലുണ്ട്. ഒന്ന്, വെള്ളം ഇതിന്റെ ഇടയിലെല്ലാം എത്തുക എന്നുള്ളത്, അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ വിരലുകൾ കൊണ്ടാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സമയങ്ങളിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ ഫസ്ൽ പറയുന്നത്. عن أبي أيوب الأنصاري رضي الله عنه قال رسول الله صلى الله عليه وسلم حبذا المتخللون من أمتي. എൻ്റെ ഉമ്മത്തിലുള്ള മുത്തഖല്ലിലുകൾ അഥവാ ഈ ചിക്ക കറ്റിയിട്ട് താടിയും അതുപോലെ വിരലുകൾക്കിടയിൽ കഴുകുന്നവർ, അവർ എത്ര നല്ല ആളുകളാണ്. ഹബ്ബദ എന്ന് പറഞ്ഞാൽ ഹുബ്ബ പ്ലസ് ദ എന്നുള്ള ഒരു പ്രശംസിച്ചുകൊണ്ട് മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വാക്കാണ് അറബിയിൽ. അപ്പൊ അവരെത്ര നല്ല ആളുകളാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വുളു എടുക്കുമ്പോൾ അതിന്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഈ നിലയ്ക്ക് ചെയ്യുക എന്നുള്ളത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. وعن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لتنهكن الأصابع بالطهور أو لتنهكنها النار. നിങ്ങൾ വിരലുകൾക്കിടയിൽ ആ വെള്ളം എത്തിച്ചിട്ടില്ല എങ്കിൽ, അതിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്, അല്ലെങ്കിൽ നരകം ആ നരകത്തി അതിലെത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വെള്ളം നനയ്ക്കുക എന്നുള്ളത്, ഈ വിരലുകൾക്കിടയിലെല്ലാം വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് വുളുവിന്റെ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് നരകപ്രവേശനത്തിന് കാരണമാകുന്നത്. കാരണം വുളു ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. നിസ്കാരം ശരിയായിട്ടില്ലെങ്കിൽ അവന്റെ അവസ്ഥ പരലോകത്ത് വളരെ അപകടമാണ്. അപ്പോ പിന്നെ അതിൽ അശ്രദ്ധ കാണിക്കുക എന്നുള്ളത് നരകം തട്ടാൻ കാരണമാകുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല്ലിലുൽ അസാബിഅൽ ഖംസ ലാ യഹ്ശൂഹു അല്ലാഹു നാറാ. നിങ്ങൾ 5 വിരലുകൾക്കിടയിലും നിങ്ങൾ തഖ്ലീൽ ചെയ്യുക, അഥവാ നിർബന്ധമായിട്ടുള്ള വെള്ളം നനയ്ക്കുന്നത് ശ്രദ്ധിക്കുക. അതല്ല അല്ലെങ്കിൽ അല്ലാഹു അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അല്ലാഹു നരകത്തിൽ തൊട്ട് നിങ്ങളെ ശിക്ഷിക്കുന്നതാണ് എന്ന് നിലക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. وعن أبي هريرة رضي الله عنه
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ ലം യഗ്സിൽ അഖ്ബൈഹി, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ വുളൂഇന്റെ സമയത്ത് തന്റെ മടമ്പ് കാല് വൃത്തിയായി ശരിക്ക് വൃത്തി ഉദ്ദേശിച്ചത് വെള്ളം തട്ടാതെ ശരിക്ക് കഴുകാത്തതായി കണ്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, മടമ്പുകന്റെ ആളുകൾ അവർക്ക് നരകം കൊണ്ട് താക്കീത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. അതായത് വുളൂഇൽ നിർബന്ധമായി നനയേണ്ട അവയവങ്ങൾ ശ്രദ്ധിക്കാതെ അതിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ അവർക്ക് അതൊരു നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്ന നിലയ്ക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പല ആളുകളും വുളൂഇന്റെ കാര്യം നിസ്സാരമായി കാണുന്നത് കാണാം. അങ്ങനെയല്ല, അതില് ആ നിർബന്ധമായി നനയേണ്ട ഭാഗങ്ങൾ നനഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മറ്റൊരു റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റഅ ഖൗമൻ യതവദ്ദഊന മിനൽ മിത്ഹറ, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം ആളുകൾ വുളു എടുക്കുന്ന സ്ഥലത്ത് വെച്ച് വുളു എടുക്കുന്നത് കണ്ടു. ഫഖാല, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു അസ്ബിഗു അൽ വുദൂഅ ഫഇന്നി സമിഅതു അബൽ ഖാസിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിങ്ങൾ വുളു പരിപൂർണമായി എടുക്കുക എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അബുൽ ഖാസിം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബുൽ ഖാസിം ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ ഔ വൈലുൽ ലിൽ അറാഖീബി മിനൻ നാർ, ഈ മടമ്പുകാലിന്റെ ആളുകൾ, അറാഖീബ് എന്ന് പറഞ്ഞാൽ ഈ മടമ്പിനേക്കാളും കുറച്ച് മുകളിലുള്ള ഭാഗത്തിനാണ് പറയുന്നത്, കാലിന്റെ ആ ഭാഗം വുളു എടുക്കുമ്പോൾ നനയാത്ത ആളുകൾ അവർക്ക് നരകമുണ്ട്, നരകത്തെ കുറിച്ച് താക്കീത് ചെയ്തതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച് ആളുകളോട് പറഞ്ഞു. മറ്റൊരു ഹദീസ് വഖദ് റൂവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല വൈലുൽ ലിൽ അഖാബി വബുതൂനിൽ അഖ്ദാമി മിനൻ നാർ, മടമ്പുകാലും അതുപോലെ കാലിന്റെ അടിഭാഗവും ശരിക്ക് കഴുകാത്ത ആളുകൾ അവർക്ക് നരകത്തെ കുറിച്ച് താക്കീത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേ ആശയത്തിൽ വേറെയും ഹദീസുകൾ വന്നിട്ടുണ്ട്, എല്ലാം വായിക്കുന്നില്ല. ഇതന്നെ ഈ അഖാബുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹദീസ് വൻ അബീ റൗഹിൽ ഖുലാഇ ഖാല صلى بنا نبي الله صلى الله عليه وسلم صلاة فقرأ فيها بسورة الروم, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ഇമാമായി കൊണ്ട് നിസ്കരിക്കണം. അപ്പോൾ നിസ്കാരത്തിൽ സൂറത്തുർ റൂമാണ് പാരായണം ചെയ്യുന്നത്. ഫലുബ്ബിസ അലൈഹി ബഅ്ദുഹാ, അതിൽ ചില ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വീണ്ടും പാരായണം ചെയ്യാൻ തുടങ്ങി. ഒരു ശ്രദ്ധയില്ല, തെറ്റുന്നത് പോലെ ഒരു കൃത്യതയില്ലാതെ വീണ്ടും വീണ്ടും ഒന്നുകൂടി എടുത്ത് പാരായണം ചെയ്ത് അങ്ങനെ തുടങ്ങി. ഫഖാല, നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമാ ലബ്ബസ അലൈന അശ്ശൈത്താനുൽ ഖിറാഅത മിൻ അജ്ലി അഖ്വാമിൻ യഅതൂന അസ്സലാത ബിഗൈരി വുദൂഇൻ, നമ്മുടെ ഈ ഖുർആൻ പാരായണം പിശാച് തൽബീസ് ഉണ്ടാക്കി, കുറെ അസ്വസ്ഥത ഉണ്ടാക്കി. എന്താണ് കാരണം ഉണ്ടായത്? നമ്മുടെ പിന്നിൽ നിസ്കരിക്കുന്ന ചില ആളുകൾ അവർ ശരിയായ രൂപത്തിൽ വുദു എടുക്കാത്തത് കൊണ്ട്. ഫൈദാ അതൈതുമുസ് സ്വലാത ഫഅഹ്സിനു അൽ വുദൂഅ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വുദു എടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വന്ന് ഇമാം വെക്കുന്ന സമയത്ത് പിന്നിലുള്ള ചില ആളുകൾ ശരിക്കും വുദു എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. അപ്പൊ അവരുടെ വുദു ശരിയായിട്ടില്ല എന്നുള്ള ചിന്ത പിശാച് ഇട്ടുകൊടുത്തിട്ട് ഖുർആൻ പാരായണത്തിൽ അതിന്റെ ആയത്തുകൾ ഒന്നുകൂടി പാരായണം ചെയ്തിട്ടോ മാറിയോ പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ ഒരു തൽബീസ് ഉണ്ടാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ വുദു ഏറ്റവും നല്ല രീതിയിൽ എടുക്കണം. ഇതേ ആശയത്തിൽ വേറെ وعن رفاعة بن رافع أنه كان جالسا عند النبي صلى الله عليه وسلم فقال إنها لا تتم صلاة لأحد حتى يسبغ الوضوء كما أمر الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെയും നിസ്കാരം പൂർണ്ണമാകുന്നില്ല അവന്റെ വുദു അല്ലാഹു കൽപ്പിച്ചതുപോലെ പൂർണ്ണമായി എടുക്കാതെ. യഗ്സിലു വജ്ഹഹു വയദൈഹി ഇലൽ മർഫഖൈൻ വയംസഹു ബിറഅസിഹി വരിജ്ലൈഹി ഇലൽ കഅബൈൻ, വുദുവിന്റെ അവയവങ്ങൾ മുഖം കഴുകണം, കൈ മുട്ട് ഉൾപ്പെടെ കഴുകണം, അതുപോലെ തല തടവണം, അതുപോലെ കാല് ഞെരിയാൻ ഉൾപ്പെടെ കഴുകണം എന്നുള്ളത്. അതായത് വുദുവിന്റെ രൂപം എന്താണോ അതിലെല്ലാ ഭാഗത്തും കൃത്യമായി വെള്ളം തട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കണം. അതിനു പുറമെ ഇസ്ബാഖ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും കൈകൊണ്ട് തന്നെ എത്തിച്ച്, ഇപ്പൊ കാലിനടിയിൽ
വെള്ളം തട്ടിയാലും വുളു ശരിയാവും. പക്ഷെ കൈകൊണ്ട് ഒന്ന് തടവി എത്തിച്ച് ഈ തഖ്ലീലുമെല്ലാം ചെയ്ത് എടുക്കുമ്പോൾ അതിന്റെ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ വുളു എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വുളുവിൽ അലംഭാവം കാണിക്കുന്നത് ഗൗരവമായിട്ടുള്ള താക്കീത്, നരകത്തെ തൊട്ടുള്ള താക്കീത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.